ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും മില്യൺ ബിസിനസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ന് RBIയുടെ പോളിസി ഉണ്ടായിരുന്നു. 0.25% ബേസിസ് പോയിന്റ് ഇന്ന് കട്ടുണ്ടായി. ഇത് ഓൾമോസ്റ്റ് ആഫ്റ്റർ 5 ഇയേഴ്സിന് ശേഷമാണ് ഇങ്ങനെ ഒരു വ്യത്യാസം വരുത്തുന്നത്. ഇത് മാർക്കറ്റിൽ എല്ലാവരും ഒരു പ്രതീക്ഷ, ഒരു ഇവൻ്റ് ആയതുകൊണ്ട് മാർക്കറ്റിൽ പ്രത്യേകിച്ചുള്ള വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇനി എന്തെങ്കിലും മേജർ ഇവൻ്റ് വരുന്നെങ്കിൽ മാത്രമേ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാനുള്ളൂ. ഇനി വരാനിരിക്കുന്ന ഇന്ത്യ US മീറ്റ് ഇതിനൊരു പ്രധാന ഘടകമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,560, 43 പോയിന്റിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ബാങ്ക് ഇന്ന് 159 ക്ലോസ് ചെയ്തപ്പോൾ 223 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് 100 പോയിന്റ് ഉയർന്ന് 53,609 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇന്ന് 50 പോയിന്റ് കുറവിൽ 17,007 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 13.68 സെൻസെക്സ് ഇന്ന് 198 പോയിന്റ് ഇടിഞ്ഞപ്പോൾ 77,860 ക്ലോസ് ചെയ്തു. DIFI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 454 കോടി രൂപയുടെ ബൈ DI നടത്തിയപ്പോൾ 470 കോടിയുടെ സെല്ലാണ് ഇന്നും FIA നടത്തിയത്. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ടാറ്റ സ്റ്റീൽ 4.24% റാലി നടത്തി. ITC ഹോട്ടൽ 3.73%, ഭാരതി എയർടെൽ 3.60%, JSW Steel 3.35%, Trent 3.09%, Intelco 2.31%, Kotak Bank 2.16%, M&M 1.69%, Bajaj Auto 1.69% and Ultra Simco 1.43% റാലി നടത്തി. ലോസസ് ടീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ SBI 2.11% കുറവാണ് ഉണ്ടായത്. ബ്രിട്ടാനിയ 1.70%, അദാനി പോർട്സ് 1.59%, TCS 1.24%, ICICI Bank 1.21%, Reliance 1.17%, Apollo Hospital 1.02%, L&T 0.68%, Bajaj Finance 0.36% and Maruti 0.31% കുറവാണെന്നുണ്ടായത്. ഈ കാണിക്കുന്ന ഡീറ്റെയിൽസുകൾ ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല, ഇത് ഓൺലി ഫോർ ഇൻഫർമേഷൻ പർപ്പസ് ആണ്. നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് ഈ വർഷം നോക്കിക്കഴിഞ്ഞാൽ 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 23,603 ക്ലോസ് ചെയ്തപ്പോൾ 0.77% കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ആഴ്ചത്തെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 23,361, ട്യൂസ്ഡേ 23,739, വെനസ്ഡേ 23,696, തേഴ്സ്ഡേ 23,603, ഫ്രൈഡേ 23,559 ക്ലോസ് ചെയ്തു. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 1042 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1756 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. സെക്ടർ വൈസ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി ഫാർമ, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി റിയാലിറ്റി ആൻഡ് നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് ഒഴിച്ചാൽ ബാക്കിയെല്ലാം റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ ഇന്ന് 23,459 ക്ലോസ് ചെയ്തപ്പോൾ 161 പോയിന്റ് ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി IT എന്നാൽ 99 പോയിന്റ് ഇടിഞ്ഞ് 42,921 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 86 പോയിന്റ് ഇടിഞ്ഞ് 6196 ക്ലോസ് ചെയ്തു. നിഫ്റ്റിയിൽ ഫിനാൻഷ്യൽ സർവീസസ് 120 പോയിന്റ്സ് കുറഞ്ഞ് 23,539 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ എന്ന് 67 പോയിന്റ് ഗെയിൻ ഉണ്ടായി 22,077 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 728 പോയിന്റ് ഇടിഞ്ഞ് 55,113 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ എന്ന് 8585 ക്ലോസ് ചെയ്തപ്പോൾ 222 പോയിന്റ്സിന് ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി റിയാലിറ്റി എന്ന് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുള്ളൂ, 917 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ എന്ന് 1621 ക്ലോസ് ചെയ്തപ്പോൾ 16 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി എനർജി ഇന്ന് 242 പോയിന്റ്സ് കുറഞ്ഞ് 32,817 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ ഇന്ന് ഓൾമോസ്റ്റ് സെയിം ആണ്, 8249 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഡെക്സ് ഹെൽത്ത് കെയർ ഇൻഡെക്സ് 45 പോയിന്റ്സ് ഗെയിൻ വന്നപ്പോൾ 14,280 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 95 പോയിന്റ് ഇടിഞ്ഞ് 10,498 ക്ലോസ് ചെയ്തു. Q3 റിസൾട്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കാണിക്കുന്നത്. ഈ റിസൾട്ട് പറയുമ്പോഴും ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് ഓൺലി ഫോർ ഇൻഫർമേഷൻ പർപ്പസ്. ആന്ധ്ര പേപ്പർ 113% ലോസ് ആണ് കാണിച്ചത്. അപ്പോളോ ടയർസ് 32% ലോസ് കാണിച്ചു. ഓർബിൻഡോ ഫാർമ 10% ഗെയിൻ ഉണ്ടായി. ബെൽറാംപൂർച്ചിനി 73% ഗെയിൻ ഉണ്ടായി. BEML 49% ഗെയിൻ ഉണ്ടായി. ഭാരത് ഡൈനാമിക്സ് 9% ഗെയിൻ ഉണ്ടായി. ഭാരതി എയർടെൽ 0.1% ഓൾമോസ്റ്റ് നല്ലൊരു ഗെയിനാണ് വന്നത്. ബ്രിട്ടാനിയ 5% പ്രോഫിറ്റ് കാണിച്ചു.
കൊച്ചിൻ ഷിപ്പ് 27% ലോസ് ആണ് കാണിച്ചത്. GMM Prodder 43% പ്രോഫിറ്റ് കാണിച്ചു. ഗൾഫ് ഓയിൽ ലൂബ്രിക്കൻസ് 21% പ്രോഫിറ്റ് കാണിച്ചു. ഹീറോ മോട്ടോകോപ്പ് 12% പ്രോഫിറ്റ് കാണിച്ചു. ITC 7% ലോസ് ആണ് കാണിച്ചത്. JK Lakshmi Cements 59% പ്രോഫിറ്റ് കാണിച്ചു. കിംസ് 24% പ്രോഫിറ്റ് കാണിച്ചു. KPI Green 68% പ്രോഫിറ്റ് കാണിച്ചു. M&M 19% ഗെയിൻ കാണിച്ചു. മസഗൺ ഡോക്ക് ഷിപ്പ്ബിൽഡേഴ്സ് 29% ഗെയിൻ കാണിച്ചു. MRF 38% ലോസ് ആണ് കാണിച്ചത്. NCC 13% ലോസ് കാണിച്ചു. PG Electroplast 100% പ്രോഫിറ്റ് ഉണ്ടായി. EI ഇൻഡസ്ട്രി 16% ലോസ് കാണിച്ചു. രാംകോ സിമന്റ് ഓൾമോസ്റ്റ് 200 ഡബിളായി 200% പ്രോഫിറ്റാണ് കാണിച്ചത്. REC 23% പ്രോഫിറ്റ് കാണിച്ചു. സഫയർ ഫുഡ്സ് 29% പ്രോഫിറ്റ് കാണിച്ചു. ശോഭ റിയാലിറ്റി 44% പ്രോഫിറ്റ് കാണിച്ചു. സൊമാനി സെറാമിക്സ് 58% ലോസ് ആണ് ഇപ്രാവശ്യം കാണിച്ചത്. സൊനാറ്റോ സോഫ്റ്റ്വെയർ 350% പ്രോഫിറ്റ് കാണിച്ചു. ആൻഡ് യൂണോമിൻഡ 20% പ്രോഫിറ്റാണ് കാണിച്ചത്. ഇനി 8th ഫെബ്രുവരിക്ക് വരാനുള്ള, അതായത് നാളെ വരുന്ന Q3 റിസൾട്ട് ഡീറ്റെയിൽസ് ആണ്. അമരരാജ എനർജി, എക്സാറോ ടൈൽസ്, സാദ എനർജി എന്നീ കമ്പനികളാണ് നാളെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നത്. അടുത്ത Q3 റിസൾട്ട് വരാനുള്ളത് 10th ഫെബ്രുവരി വരുന്ന മൺഡേ. ബാറ്റ ഇന്ത്യ, കോട്സ് കേബിൾ, ക്രിസിൽ, ഇസാബ് ഇന്ത്യ, ഇസാഫ് സ്മോൾ ഫിനാൻസ്, എസ്കോട്ട്സ്, ജിലെറ്റ് ഇന്ത്യ, ഗ്ലാക്സോ സ്മിത്ത്ലൈൻ ഫാർമസ്യൂട്ടിക്കൽസ്, ഇൻഡിഗോ പെയിൻറ്റ്സ്, ഇൻസൈഡിറ്റസ്, മുക്കൻ ലിമിറ്റഡ് എന്നീ കമ്പനികളുടെ റിസൾട്ടാണ് മൺഡേയും പ്രതീക്ഷിക്കുന്നത്. ഇതാണ് പ്രധാനമായിട്ടുള്ള അപ്ഡേറ്റ്. അടുത്ത നല്ലൊരു വീക്കെൻഡ് എല്ലാവർക്കും ആശംസിക്കുന്നു. അടുത്ത അപ്ഡേറ്റുമായി വീണ്ടും മൺഡേ എത്താം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെയും സഹകരണം നന്ദി. താങ്ക് യു.